ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ 1-2 സിറ്റുവേഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായി നോക്കാം. ചിലരുടെ റിലേഷൻഷിപ്പ് തുടക്കത്തിൽ ഒരു നേരമ്പോക്ക് എന്ന രീതിയിൽ തുടങ്ങി കൂടുതൽ അടുത്തപ്പോൾ അല്ലെങ്കിൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സ്ട്രോങ് കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങൾ 2 പേർക്കോ ഫീൽ ചെയ്തു തുടങ്ങി. എന്നാൽ ഇപ്പോൾ എന്ത് തീരുമാനിക്കണം, ആരെ തിരഞ്ഞെടുക്കണം എന്നെല്ലാമുള്ള ഒരു സ്റ്റേജിലാണ് നിങ്ങളിപ്പോഴുള്ളത്. ചിലരാകട്ടെ റിലേഷൻഷിപ്പ് തുടങ്ങിയത് ആരുടെയൊക്കെയോ നിർബന്ധം അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യം മൂലമാണ്. പോകെ പോകെ മനസ്സിലായി നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷൻ ഉണ്ടെന്ന്. ചിലർക്കാണെങ്കിലോ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ദുഃഖങ്ങൾ, വേദനകൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഇത് നിങ്ങളെ കൂടുതൽ ധൈര്യശാലിയാക്കി. നിങ്ങൾ കൂടുതൽ മെച്യൂർ ആയി. ഒരുപാട് കാർമിക് ലെസൺസ് നിങ്ങൾ പഠിച്ചു. ഈ ഒരു റിലേഷൻ മൂലം പലതും നിങ്ങൾ വേണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. ഈ റിലേഷനിൽ തുടരുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഒരുപാട് അസ്വസ്ഥരാകുന്നുണ്ട്. അതായത് ഒരു തീച്ചൂളയിൽ ഇരിക്കുന്ന പോലെ അത്രയും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു. ഇതൊക്കെയാണ് സിറ്റുവേഷൻസ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു വഴി തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ കൊണ്ടാകുന്നില്ല. ആരെ തിരഞ്ഞെടുക്കണം? ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കണോ അതോ വീട്ടുകാരെ തിരഞ്ഞെടുക്കണോ? ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്ക് മാത്രം. അതുപോലെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കണോ അതോ പോണോ തുടങ്ങി വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉണ്ടായിരിക്കുക. എല്ലാവർക്കുമല്ലെങ്കിലും ചിലർക്ക് ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. ഇതൊരു സ്ട്രോങ് സോൾമേറ്റ് കണക്ഷനാണ്, ഒരു ഡിവൈൻ കണക്ഷൻ. താങ്ക് യു ഡിയേഴ്സ്.